ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡീസ് വ്ലോഗ്സ്. ഫുഡീസ് വ്ലോഗ്സിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം, സുസ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ വെച്ചൊരു അടിപൊളി സാധനം ഉണ്ടായിരുന്നു. പൈനാപ്പിൾ വെച്ചൊരു അടിപൊളി ഡ്രിങ്ക്, ഒരു ഫ്രൂട്ട് ബിയറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ട് കുറച്ച് പൈനാപ്പിൾ, 2 ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുള്ളൂ. ഒരു മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്, നല്ല എരി ഇരുന്നോട്ടെ, കുറച്ച് ഒരു നല്ല സ്പൈസി ആയിട്ട് ഇറങ്ങിക്കോട്ടെ. അതിന് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും. അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഫ്രൂട്ട് ബിയറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഒരു 24 മണിക്കൂർ കൊണ്ട് നമുക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ നമ്മൾ ചെറിയ 2 പൈനാപ്പിൾ എടുത്ത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ ഒരുപാടൊന്നും ഉണ്ടാക്കില്ല. ഇത് നല്ലോണം ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം. നല്ലോണം അരച്ചെടുത്തിട്ട് നല്ലോണം നമ്മളിങ്ങനെ അരിപ്പ് വെച്ച് നല്ലോണം അരിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം അരച്ചിട്ട് നല്ല രീതിയിൽ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. ഇതും ഈ ഇഞ്ചിയും കൂടെ ചെറിയ പീസസുകളാക്കിയിട്ട് നമ്മൾ ഇതും നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം കൂട്ടി അരയ്ക്കും. അപ്പോൾ ഇതും നല്ലോണം വെള്ളം കൂട്ടി അരച്ചിട്ട് ഒരു സ്പൂൺ ഈസ്റ്റും ഒരു 3-4 സ്പൂൺ പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരം അനുസരിച്ചാണ്. അപ്പം മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് മതി. ഇപ്പം 3-4 ഇട്ടാലും എടുക്കുമ്പോൾ വലിയ മധുരം ഉണ്ടാകത്തില്ല. അപ്പം എന്തായാലും ഒരു 3-4 സ്പൂൺ പഞ്ചസാരയെങ്കിലും ഇടുക. പിന്നെ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നരച്ചെടുത്ത് റെഡിയാക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി. അപ്പം അതിലേക്ക് ആദ്യം തന്നെ ഈ ഇഞ്ചിയുടെ ആ പച്ചമുളകും കൂടെ അരച്ച് നല്ല എടുത്ത് അതിലേക്ക് ഒഴിച്ചിടുക. ഒരു ശകലം വെള്ളം കൂട്ടിയാണ് അരച്ച്. അപ്പോൾ നമുക്ക് ആ മിക്സ് ഒന്നാക്കുന്നതിന് മുമ്പ് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത്ര ഈസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട്. ഇത് കൂടുതൽ ഈസ്റ്റ് ഇടുന്നത് ഒരുപാട് ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് കേടാം. അപ്പോൾ നമ്മൾ ഇത്ര ഈസ്റ്റ്, ഏകദേശം ഒരു 1/2 സ്പൂൺ ഈസ്റ്റ് ഉണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് അടുത്ത പഞ്ചസാരയാണ്. പഞ്ചസാര എന്നൊക്കെ പറയുമ്പോൾ ഓരോ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഈ പൈനാപ്പിളിന്റെ ആ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് നല്ലോണം ചതച്ച് ജ്യൂസാക്കി അതിട്ട് കൊടുത്ത് കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കും. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്കിത് ഒഴിക്കാം. അപ്പൊ നമ്മള് ആ ഗ്ലാസ് ബോട്ടിലേക്ക് അത് ആക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം കണ്ടോ, ഇത്രയുമാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ഗ്യാസ് വന്ന് പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ആക്കിയിട്ട് നിർത്തിയത്. ഇത് ഫുള്ളാക്കി വെക്കുവാണെങ്കിൽ ഇത് തുളുമ്പി പോകും. അപ്പൊ 24 മണിക്കൂർ നമ്മൾ വെച്ചാൽ മതി. അത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിപ്പോവും. ഇനി നമുക്ക് അതൊരു ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കും. ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ഇത് നമ്മളൊന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കൊടുക്കണം. അപ്പൊ ഇതുപോലെ നമ്മളിതിന്റെ ലിഡ് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ലിഡ് എടുത്ത് കൊടുത്താൽ ശരിയാകത്തില്ല. അപ്പൊ ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക് കവർ ആക്കി ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതിലിപ്പം വലിയ എയറൊന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എയർ കയറുമെന്ന് നോക്കാം. ഇതെന്തായാലും എയർ കയറി നല്ലോണം വരും. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ ഇതിനകത്ത് മുഴുവൻ ഈ എയർ കയറും. അപ്പൊ നമ്മുടെ പൈനാപ്പിൾ ബിയർ ഏകദേശം ഒരു 24 മണിക്കൂർ പോലും ആയിട്ടില്ല. അതിന് മുമ്പേ സെറ്റ് ആയി. കണ്ടോ, ഇത് ഗ്യാസ് മുഴുവൻ നിറഞ്ഞേക്കുക. അപ്പൊ നമ്മൾ തുറന്നു നോക്കാൻ പോവാണ്. കണ്ടാ, അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ നമുക്ക് ഇതങ്ങ് മാറ്റിയിടാം. മണത്തൊന്ന് നോക്കാം. സാധനം പൊളിയാണെന്ന് തോന്നണം മണത്തിട്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ പോവാണ്. അതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കരിഞ്ഞാണ് കറങ്ങണേ, പൊളി സാധനം. പൊളിയാണ്, കിടുവാണ്. കുറച്ചുകൂടെ മധുരം വേണമായിരുന്നു തോന്നുന്നു. കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട മധുരം അടിപൊളിയാവും. ഒരു കറക്റ്റ് ഒരു ബിയറിന്റെ ടേസ്റ്റ് ആണ് തോന്നുന്നത്. അടിപൊളിയാണ്, കിടുക്കാച്ചിയാണ്. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തണം.